പ്രിയപ്പെട്ട സ്നേഹിത, മദ്യം താങ്കളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിച്ചു കൊള്ളട്ടെ. ഒരു മദ്യപാനി അവൻ്റെ കുടുംബത്തെ മുഴുവനായി കൊലയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുകാരാ, താങ്കൾ ഒരു കാഴ്ചയുള്ള അന്ധനാണ് എന്ന് ഞാൻ പറയും. കഥയും പഴങ്കഥയും പറഞ്ഞ് വീണ്ടും ഒരു മറുചോദ്യത്തിന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നില്ല. എനിക്ക് പറയാനുള്ളത് പച്ചയായ ജീവിതം മാത്രം. തിരിച്ചറിവിൻ്റെ പാതകൾ വിദൂരമല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഇനിയും നശിക്കുവാതിരിക്കാൻ, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുവാൻ ഈ ചിത്രം താങ്കൾക്ക് പ്രചോദനമാകട്ടെ. മോനെ, അച്ഛൻ വന്നെന്ന് തോന്നുന്നു. എന്നാ ചേട്ടാ, ഇങ്ങനൊക്കെ ഓസ്ട്രേലിയയിൽ ഒരു പണിയില്ലേ? എപ്പം നോക്കിയാലും ഇവിടെ കിടന്ന് കറങ്ങുവാണല്ലോ. സാറേ, ഗുഡ് മോർണിംഗ്. സാറിഞ്ഞോട്ട് വന്നേ, നമുക്കെല്ലാം ശരിയാക്കി തരാം. സാറെന്നാ തിരിച്ചു വന്നേ. സാറേ, സാറിനൊരു കാര്യം, ഈ ആസ്ട്രേലിയയിൽ മറ്റേ എറിഞ്ഞാൽ തിരിച്ചു വരുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേര് ബൂമറാങ്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സാധനമോ? കേട്ടിട്ടില്ലേ? പാര കൊടുത്താൽ അതിങ്ങനെ തിരിച്ചു വരും. അത് തന്നെ ബൂമറാങ്. മൊത്തം ബംഗാളികളാണ് സാറേ, പക്ഷെ വളരെ ആത്മാർത്ഥയോടെ ജോലി ചെയ്യുന്നൊരു മലയാളിയുണ്ട്. വാ സാറേ, ഞാൻ കാണിച്ചു തരാം. വാ, എൻ്റെ കൂടെ വാ. എടോ, പിന്നെ എങ്ങനെയാണ് പണി ചെയ്യുന്നത്? താനൊക്കെ വെള്ളം ഒഴിച്ച് മറ്റുള്ളവരെ കൂടെ നശിപ്പിക്കുമല്ലോ. ഇന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടോ ഈ ലൈഫ്? അല്ല സാറേ, എനിക്കൊന്നും കേൾക്കണ്ട. എന്ത് പാടോ? എന്റെ സുധാകരേട്ടാ, ചേട്ടൻ്റെ അടുത്ത് എത്ര നാളുകൊണ്ട് ഞാൻ പറയുന്നു പണി സേറ്റി വെള്ളം അടിക്കരുതെന്ന്. ഇപ്പൊ ചേട്ടൻ കഥ എന്റെ പണിയോട് പോകുന്ന അവസ്ഥയായി. ചേട്ടനൊക്കെ ഇങ്ങനെ അടിച്ച് കഥ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നാളെ ബംഗാളിൽ നിന്ന് ആൾക്കാരെ ഇറക്കേണ്ട ഒരു കാര്യം. ഹലോ, ഞാൻ വിളിച്ചിരുന്നു. അതെ, അത്യാവശ്യമായിട്ട് ഒരു ലോഡ് എം സാൻഡ് വേണം. ക്യാഷ്
കണ്ടിട്ട് 3 വർഷമാകുന്നു. നീ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ഇപ്പൊ കണ്ട എന്റെ ചേട്ടനാന്ന് പറയും. ഓ ഒന്ന് പോ ചേച്ചി. വിജയ്, സുധാകരൻ എന്തു പറയുന്നു? നീ ഇവിടൊക്കെ ഒന്ന് നോക്ക്. കുടിച്ച് മരിക്കാനായിരിക്കും അങ്ങേരുടെ വിധി. ഞാൻ പറഞ്ഞു തളർന്ന്. ഞാൻ പല പ്രാവശ്യം അളിയനുമായിട്ട് സംസാരിച്ചതാണ്. എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. നീ എന്താടാ മോനെ ഒന്നും മിണ്ടാതെ മാറിയിരിക്കുന്നേ? എത്രയോ തവണ പറഞ്ഞാണ് 10ാം ക്ലാസ് ഒന്ന് എഴുതിയെടുക്കാൻ. മോനെ, നീ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതം ഞാൻ എന്നെ അവസാനിപ്പിച്ചേനെ. നീയാണ് എന്റെ ഏക പ്രതീക്ഷ. മോനെ, ഇത് നിനക്കായിട്ട് ഞാൻ വാങ്ങിയതാ. ഇത് നിനക്ക് പാകമാവോന്ന് അറിയത്തില്ല, എന്നാലും നീ ഇത് ഇടണേടാ. പഴത്തിന് വരം ഹരിപ്പാടിൽ വാഴുന്ന തിരുമുരുകാനിൻ അരികിൽ മനം എന്നും മയിലാടും. ഹരിപ്പാടിൽ വാഴുന്ന भैया थोड़ी चटनी देना. ഇതവിടെ കുറച്ച് ചമ്മന്തി കൊടുത്തേ. സുധാകര, ദേ 10 കാശ് തരാണ്ട് ഇവിടെ നിന്ന് ഒരു പാർസൽ ഇനി തരത്തില്ല. എടോ, ഇവിടെങ്ങും ഇരുന്ന് വെള്ളം അടിച്ചേക്കരുത്. ഇന്ന് രാജു വന്നിരുന്നു. ഇവിടെ കയറാൻ എങ്ങനെ ധൈര്യം വന്നു? കുഞ്ഞിന് അവനൊരു പാൻറ് കൊണ്ടുവന്ന് കൊടുത്തു. എന്നിട്ട്
ആ പാൻറ് അവന് ചെറുതാണ്. എന്റെ കുഞ്ഞിന് ആദ്യമായിട്ട് കിട്ടിയ സമ്മാനമാണ്. അതിടാൻ വേണ്ടി അവൻ ഭക്ഷണം പോലും കുറച്ച്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ തുണിയേക്കാൾ എത്ര വിലയുള്ളതാണ് നമ്മളുടെ കുടുംബം? അതിനു വേണ്ടിയെങ്കിലും കൂടി ഒന്ന് നിർത്തിക്കൂടെ?